ഹലോ, നമുക്കിന്നൊരു പൊട്ടറ്റോ ഫ്രൈ ഉണ്ടാക്കിയാലോ. അപ്പോൾ ഇതാ കിഴങ്ങ് അരിഞ്ഞ് നമ്മൾ നീളത്തിൽ അരിഞ്ഞെടുക്കണം. ഇതാ ഇതുപോലെ. എന്നിട്ട് നമ്മളൊരു തുള്ളി വെള്ളം പോലെ ഇല്ലാതെ നമ്മളെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കിതിനകത്ത് മസാല വേണം. മുളക് പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി. പിന്നെ ഇതാ നമ്മുടെ മൈദ മാവ്. പിന്നെ നമ്മൾ സോസായിട്ട് ടൊമാറ്റോ സോസും ചില്ലി സോസും എടുത്ത് സോയ ഉണ്ടെങ്കിൽ എടുക്കാം. എന്നിട്ട് ഇതാ നമ്മൾ ഒരു ബൗളെടുത്ത് അതിനകത്തോട്ട് നമ്മുടെ കിഴങ്ങിൻ്റെ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുത്തു. എന്നിട്ട് നമ്മൾ ഇതിനകത്തോട്ട് നമ്മുടെ മസാല ഐറ്റംസ് എല്ലാം ഇട്ട് കൊടുത്ത് മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ നമ്മുടെ അളവിലിട്ട് കൊടുത്താൽ മതി. പിന്നെ ഇതാ സോസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ പ്രത്യേക ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഇതിനകത്തോട്ട് ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെ സംഭവങ്ങളൊന്നും ചേർക്കുന്നില്ല. എന്നിട്ട് ഇതാ ഇത് നമുക്ക് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഒരു തുള്ളി വെള്ളം പോലും ചേർക്കരുത്. അല്ലാതെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ മാറ്റി വെക്കാം. ഇതാ കണ്ടില്ലേ. എന്നിട്ട് നമ്മൾ ഇതിനകത്ത് ഇതാ നേരത്തെ എടുത്ത് വെച്ച മൈദ മാവില്ല, അതിനകത്തോട്ട് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. എന്നിട്ട് ഇതാ ഇതേപോലെ കോട്ട് ചെയ്തെടുക്കണം മൈദ മാവിനകത്ത്. ഇതൊരു കുറച്ച് പണിയാണ്, എന്നാലും കുഴപ്പമില്ല. കണ്ടില്ലേ, ഇതുപോലെ നമ്മൾ നന്നായിട്ട് കോട്ട് ചെയ്തിട്ട് നമുക്ക് ഈ പ്ലേറ്റിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതുപോലെ നമ്മളെല്ലാം ചെയ്തെടുക്കണം. ഇതാ കണ്ടില്ലേ, നമ്മളിപ്പോൾ ഇവിടെ കുറച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇതാ പിന്നെ നമ്മളെ എണ്ണ ചൂടാൻ വെച്ചിട്ടുണ്ട്. ഈ എണ്ണ ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് അതിനകത്തോട്ട് നമ്മുടെ ഈ കിഴങ്ങ് ഐറ്റംസ് എല്ലാം ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ല ഫ്രൈ ചെയ്ത് നമുക്ക് മൊരിച്ചെടുക്കാം. ഇതിന് സ്പൂണും കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇത് പെട്ടെന്ന് തന്നെ റെഡി ആയിട്ടൊരു അധികം സമയമൊന്നും പിടിക്കില്ല. ഇതാ നമ്മുടെ കിഴങ്ങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റി വെക്കാം. നമ്മളിതെല്ലാം കോരി മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്ത് നമുക്ക് എടുക്കാം. ഇതാ നമ്മളിവിടെ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സോസിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ്. അപ്പോൾ ഓക്കെ, ബൈ.